സാമ്രാജ്യത്വ ശക്തിയും സോഷ്യലിസവും തമ്മിലുള്ള വൈരുദ്ധ്യം അതിശക്തിയായ കേന്ദ്ര വൈരുദ്ധ്യമായി ലോകത്ത് നിൽക്കുകയാണ്. ഏത് വിധേനയും ചൈനയെ തകർത്തുകൊണ്ട് മാത്രമേ സാമ്രാജ്യത്വത്തിന് മുന്നേറാനാവുള്ളൂ എന്ന കൃത്യമായ കണക്കുകൂട്ടിലൂടെ ഇന്ത്യയെയും ജപ്പാനെയും അതുപോലെ ആസ്ട്രേലിയയും ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തി എങ്ങനെ ചൈനയെ വളയാം എന്നാണ് അമേരിക്കൻ സാമ്രാജ്യത്വം ട്രംപ് ഇപ്പോൾ ഗൗരവപൂർണമായി ആലോചിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള വ്യാപാര മേഖലയിലുള്ള വലിയ രീതിയിലുള്ള യുദ്ധം വാർത്താമാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ചുങ്കത്തിൻ്റെ ഭാഗമായിട്ട്, തീരുവയുടെ ഭാഗമായിട്ട് ഇപ്പോഴാരംഭിച്ചിരിക്കുകയാണ്. പഴയ കാലം പോലെ സാമ്രാജ്യത്വവും അമേരിക്കയും തീരുമാനിച്ചാൽ ആ തീരുമാനം ശിരസാ വഹിച്ച് മുന്നോട്ടേക്ക് പോകുന്ന ഒരു രാജ്യമല്ല, ലോകക്രമമല്ല ഇന്ന് ഈ ലോകത്തുള്ളത്. തീരുവ വർദ്ധിപ്പിക്കാൻ അമേരിക്ക തീരുമാനിച്ചാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ ശക്തിയുള്ള ലോകത്തിലെ വളർന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തിയായ ചൈനക്കാവുന്നു എന്നുള്ളതാണ് ലോകം കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രവണത. ചെറു രാജ്യങ്ങൾ, മെക്സിക്കോ ഉൾപ്പെടെ കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കും ആ ശേഷി കിട്ടുന്നു എന്നുള്ളതും പ്രധാനമാണ്. ഞാനതിൻ്റെ വിശദീകരണങ്ങളിലേക്കൊന്നും കടക്കാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നില്ല. ലോകത്തെമ്പാടുമുള്ള പോരാട്ടങ്ങൾ, സാമ്രാജ്യത്വ ശക്തികൾക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ, മൂന്നാം ലോകരാജ്യങ്ങൾക്ക് നേരെ കയറിക്കൊണ്ടിരിക്കുന്ന ഇസ്രയേലിനെ പോലുള്ള രാജ്യങ്ങളെ ഉപയോഗപ്പെടുത്തി നാറ്റോ സഖ്യം ഉൾപ്പെടെ ഉപയോഗിച്ച് ലോകവ്യാപകമായ യുദ്ധവും ഉക്രൈൻ ഭാഗമായിട്ടുള്ള പ്രശ്നവും എല്ലാം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കത്തി നിൽക്കുന്ന സന്ദർഭത്തിലാണ് നമ്മൾ ലോകത്ത് സോഷ്യലിസ്റ്റ് സമൂഹത്തിൻ്റെ ഭാഗമായ പോരാട്ടങ്ങളിലൂടെ നമ്മുടെ തൊട്ടടുത്ത രാജ്യമായ സിലോണിൽ കമ്മ്യൂണിസ്റ്റുകാരൻ അധികാരത്തിൽ വരുന്ന ചിത്രം നമ്മൾ കാണുന്നത്, നേപ്പാളിൽ കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വരുന്ന ചിത്രം നമ്മൾ കാണുന്നത്, ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ ആഫ്രിക്കൻ വൻകരയിൽ ഡസൻ കണക്കിന് രാജ്യങ്ങളിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി സാമ്രാജ്യത്വ ശക്തികൾക്കെതിരായ പോരാട്ടങ്ങൾ വളർന്നു വരുന്നതും പുതിയ ഗവൺമെൻറ്റുകൾ രൂപീകരിക്കുന്നതും നമ്മൾ കാണുകയാണ്. തീവ്ര വലതുപക്ഷ ശക്തികൾക്കെതിരായിട്ട് UK ഉൾപ്പെടെ ഫ്രാൻസ് ഉൾപ്പെടെ ഉള്ള മേഖലയിൽ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിനും ഇടതുപക്ഷ പുരോഗമന ശക്തികൾക്കും അതുപോലെ തന്നെ തീവ്ര വലതുപക്ഷ ശക്തികൾക്കെതിരായിട്ട് നിൽക്കുന്ന വിഭാഗങ്ങൾക്കുമെല്ലാം അതിശക്തമായ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്ന പുതിയ സാഹചര്യം. ഈ സാഹചര്യങ്ങളെല്ലാം ഗൗരവപൂർവ്വം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, മുമ്പ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ ലോകം എങ്ങോട്ടേക്കാണ് യാത്ര എന്നതിനെപ്പറ്റി യാതൊരു സംശയമില്ല. സമ്പന്നർ കൂടുതൽ സമ്പന്നരാവുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുകയും ചെയ്യുന്ന മുതലാളിത്ത പ്രതിസന്ധി ലോകത്തെമ്പാടും അമേരിക്ക ഉൾപ്പെടെ ബാധിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്, അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് ഉജ്ജ്വലമായ പോരാട്ടങ്ങളിലൂടെ ലോകത്തിൻ്റെ മുമ്പിൽ ഓരോ രാജ്യത്തും വർഗസമരത്തിൻ്റെ പാതയിലൂടെ മുന്നേറാൻ സാധിക്കുന്ന ഒരു പുതിയ സാഹചര്യത്തിലാണ് ലോകമുള്ളത്. അതിന് ജനകീയ ചൈനയുണ്ട്, ക്യൂബയുണ്ട്. ക്യൂബയ്ക്കെതിരായിട്ട് ട്രംപിൻ്റെ അതിശക്തിയായ കടന്നാക്രമണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതിനെതിരായ പ്രമേയം നമ്മൾ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി അംഗീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ലോകത്ത് നിലനിൽക്കുന്ന സോഷ്യലിസ്റ്റ് രാജ്യങ്ങളും അതുപോലെ തന്നെ ഇടതുപക്ഷ നിലപാടുകളുള്ള സാമ്രാജ്യത്വ വിരുദ്ധ പ്രസ്ഥാനങ്ങളും ഓരോ രാജ്യത്തും നിലനിൽക്കുന്ന ഭരണകൂട ശക്തികൾക്കെതിരായിട്ടുള്ള അധ്വാനിക്കുന്ന വർഗവുമെല്ലാം വലിയ പോരാട്ടങ്ങളും സമരങ്ങളും നടത്തി മുന്നേറിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ നമുക്ക് ഇന്ത്യയിൽ തീവ്ര വലതുപക്ഷം, അതാണ് നരേന്ദ്രമോദി. വലതുപക്ഷം എന്ന് പറയുമ്പോൾ ഇവിടെ ഹിന്ദുത്വ അജണ്ട, ഹിന്ദുത്വ രാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനം, ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ സാമ്പത്തിക ശക്തിയായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായി ഹിന്ദുത്വ രാജ്യം സൃഷ്ടിക്കാൻ അമിതാധികാര വാഴ്ചയുടെ ഭാഗമായിട്ടുള്ള ഫാസിസ്റ്റ് പ്രവണതയുള്ള ഒരു സമൂഹമാണ്, ഒരു ഭരണ സംവിധാനമാണ് ഇന്ത്യയിൽ ട്രംപ് കൈകാര്യം ചെയ്യുന്നത്. ഇതിനെതിരായ വലിയ പോരാട്ടങ്ങളും സമരങ്ങളും രാജ്യത്ത് ഉയർന്നു വരും. ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയും ജനാധിപത്യ മതനിരപേക്ഷ ഉള്ളടക്കവും ഫെഡറൽ സംവിധാനവും തകർക്കാൻ കാച്ചകെട്ടി ഇറങ്ങി പുറപ്പെട്ട, യഥാർത്ഥത്തിൽ നമുക്കെല്ലാം അറിയുന്നത് പോലെ കഴിഞ്ഞ 18ാം ലോകസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് 430 സീറ്റ് കിട്ടണം. ചാതുർവർണ്ണ വ്യവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തി മനുസ്മൃതിയിൽ ഊന്നിയ ഒരു പുതിയ ഭരണഘടന വേണം എന്നായിരുന്നു അവരുടെ ഉന്നം. അതുവഴി 2025 RSSൻ്റെ 100ാം വാർഷികം ആചരിക്കുന്ന സന്ദർഭമാവുമ്പോഴേക്ക് ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമെന്ന് പ്രഖ്യാപിക്കുക, മതരാഷ്ട്രമെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു അവരുടെ ഉന്നം. ആ ഉന്നം പരാജയപ്പെട്ടു. ഇടതുപക്ഷ പ്രസ്ഥാനം, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റാണ് വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ചത്, നമുക്ക് BJPയെ തോൽപ്പിക്കാം. കോൺഗ്രസിന് ഉൾപ്പെടെ ധാരണ ഉണ്ടായിരുന്നില്ല.
അങ്ങനെ BJPയെ തോൽപ്പിക്കാമെന്ന മുദ്രാവാക്യം വെച്ച് നമ്മുടെ കഴിഞ്ഞ 23-ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി കണ്ണൂർ സമ്മേളനത്തിൻ്റെ ഭാഗമായി നമ്മൾ ചൂണ്ടിക്കാണിച്ച 37% വോട്ട് മാത്രം കിട്ടിയ ഒരു മുന്നണിയും കൂട്ടുകെട്ടുമാണ് BJP. ആ 37%-ന് പുറത്തുള്ള 63% വോട്ട് BJP വിരുദ്ധമായിട്ട് കേന്ദ്രീകരിക്കാനാവണം. ഓരോ സംസ്ഥാനത്തെയും ഓരോ യൂണിറ്റായി കണക്കാക്കി വളരെ ഫലപ്രദമായി BJP വിരുദ്ധ വോട്ടുകളെ ഏകോപിതമാക്കി മുന്നോട്ടേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചാൽ BJPയെ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് വ്യക്തമാക്കി. അതിനടിസ്ഥാനപ്പെടുത്തിയുള്ള നിലപാടുകൾ ഇന്ത്യയിൽ ആരംഭിച്ചു. അങ്ങനെയാണ് ഇന്ത്യ എന്ന ഒരു സഖ്യം, ഇന്ത്യ എന്ന ഒരു ബ്ലോക്ക് രൂപപ്പെട്ടത്. അതാണ് സഖാവ് സീതാറാം യെച്ചൂരി അന്തരിച്ചപ്പോൾ കോൺഗ്രസിൻ്റെ നേതാവ് രാഹുൽ ഗാന്ധി അനുസ്മരണത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു, ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ ശില്പിയാണ് സഖാവ് സീതാറാം യെച്ചൂരി. നമ്മളാരും പറഞ്ഞതല്ല. CPIM-ൻ്റെ നിലപാടുകൾ എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ സ്വാധീനിക്കുന്നത് എന്നതിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ആ രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് മുന്നോട്ടേക്ക് വെച്ച ആ നിലപാടിൻ്റെ തുടർച്ചയായി വന്ന പശ്ചാത്തലത്തിലാണ് ഇന്ത്യ ബ്ലോക്കിന് 2% വോട്ടിൻ്റെ മാത്രം കുറവേ ഉള്ളൂ. 38 സീറ്റ് കൂടി കിട്ടിയിരുന്നുവെങ്കിൽ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാത്ത ഈ പശ്ചാത്തലത്തിൽ ചിത്രം മാറി വരുമായിരുന്നു ഇന്ത്യയിൽ. പക്ഷേ കോൺഗ്രസ് ഫലപ്രദമായ നിലയിൽ ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ അപകടമായ BJPയെ തകർക്കുക എന്നുള്ള നിലപാട് വെച്ചുകൊണ്ട് ഫലപ്രദമായി മുന്നോട്ടേക്ക് വന്നില്ല. കൃത്യമായ ഐക്യധാര രൂപപ്പെടുത്താൻ അവർ തയ്യാറായില്ല. അത് 18-ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് മാത്രമല്ല, അതിനുശേഷമുള്ള ഹരിയാന തെരഞ്ഞെടുപ്പ്, ഡൽഹി തെരഞ്ഞെടുപ്പ്, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പുകളിലും അവർ ഉപയോഗിച്ചത് അതുതന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഒരുതരം മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ച് കോൺഗ്രസ്സിന് വ്യക്തമായ BJP വിരുദ്ധ മതരാഷ്ട്ര സൃഷ്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന BJPയെ നേരിടാനുള്ള കരുത്തില്ല. BJPക്ക് ബദലാണ് കോൺഗ്രസ് എന്ന് പറയാൻ സാധിക്കാതെ ഈ പശ്ചാത്തലത്തിലാണ്.